ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. ഷയാൽത്തിയേലിന്റെ മകനും എൻ്റെ ദാസനുമായ സെറുബ്ബാബേലേ, അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും. എന്തെന്നാൽ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മുദ്രമോതിരമാകുന്നതും തിളങ്ങുന്നതും ഉയരുന്നതും പ്രകാശം പരത്തുന്നതുമെല്ലാം ഒറ്റ കാരണമാണ്. നിന്റെ കഴിവല്ല, മഹിമയല്ല. കർത്താവ് നിന്നെ നോട്ടമിട്ടിരിക്കുന്നു. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ സർവ്വ വിജയങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു നോട്ടമാണ്. കർത്താവ് നോട്ടമിട്ടെങ്കിൽ കർത്താവ് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തുവെന്നാണല്ലോ. ഒരൊറ്റ കാരണം, സെറുബ്ബാബേലേ, നിന്റെ വിജയത്തിന്റെയും ഉയർച്ചയുടെയും മഹിമയുടെയും അന്തസ്സിന്റെ എല്ലാം പിന്നിൽ ഒറ്റ കാര്യം. എന്തെന്നാൽ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിന്നെ നോട്ടമിട്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും നിന്നെ തകർക്കാൻ നോട്ടമിട്ടിരിക്കുമ്പം കർത്താവ് നിന്നെ തെരഞ്ഞെടുക്കാനും ഉയർത്താനും നോട്ടമിട്ടിരിക്കുന്നു. പോരെ? അതുപോലെ സങ്കടപ്പെട്ട് കുനിഞ്ഞിരിക്കുമ്പം, ഒറ്റയ്ക്ക് മടുത്തിരിക്കുമ്പം നീ ഓർക്കണം, കർത്താവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ആരൊക്കെ കൊല്ലാനും കൊലവിളിക്കാനും നോട്ടമിട്ടാലും മുദ്രമോതിരം അതിൽ കുറഞ്ഞൊന്നുമല്ല. മുദ്രമോതിരമാക്കുന്നവന്റെ മഹിമയുടെ മുമ്പിൽ നീ നിൽക്കണം. അഭിമാനത്തോടെ, കൃപയിൽ, എളിമയിൽ, എന്നാൽ അഭിഷേകത്തിൽ ഞെളിഞ്ഞു നിൽക്കണം. അത് ദൈവം വരുത്തട്ടെ.